ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 ഒരു ലേറ്റസ്റ്റ് മൂവിയാണ്. ഈ മൂവിയുടെ പേരാണ് ടർബോ. സിനിമയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയിട്ട് പോണേ. എന്നാൽ നമുക്ക് നേരെ സിനിമയിലേക്ക് പോവാല്ലേ. ഇവിടെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ തമിഴ്നാട്ടിലെ ഒരു വലിയ ദീപാവലി സെലിബ്രേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സെലിബ്രേഷന്റെ ഇടയിലൂടെ ഒരാൾ ഇങ്ങനെ ഒരു ഓട്ടോയിൽ വരുന്നുണ്ട്. അയാളെ പേരാണ് വെങ്കിടേഷ്. പിന്നീട് കാണിക്കുന്നത് ഒരു വീടാണ്. അവിടെ ഒരു അമ്മയും മകനെയും കാണാം. അത് നമ്മുടെ വെങ്കിട്ടിന്റെ ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ വീട്ടിനുള്ളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആരോ വന്നിട്ട് കതകിൽ മുട്ടുന്ന കേട്ടിട്ട് പോയി ഡോറ് തുറന്നു നോക്കുമ്പോൾ 3 ആൾക്കാരെ കാണാം. അപ്പോൾ വെങ്കിട്ടിന്റെ വൈഫ് ചോദിക്കും ആരാന്ന് ചോദിക്കുമ്പോൾ പറയും ഞങ്ങള് JK ടയേഴ്സ് നിന്ന് വരികയാണ്. വെങ്കിട്ട് സാറ് ഞങ്ങളൊരു ഡെയിലി കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ ദീപാവലിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് സ്വീറ്റ്സ് തരാന്ന് പറഞ്ഞ് വന്നതാണെന്ന്. അപ്പോൾ വൈഫ് അകത്ത് കയറിയിരിക്കുക പറഞ്ഞിട്ട് അകത്ത് കയറ്റിയിരുത്തും. എന്നിട്ട് അവർക്ക് ചായ എടുക്കാൻ വേണ്ടിയിട്ട് വൈഫ് പോകും. അപ്പോൾ വൈഫ് എന്ത് ചെയ്യും, നമ്മുടെ വെങ്കിട്ടിനെ വിളിച്ച് ചോദിക്കും. എന്നിട്ട് ഇവർ വന്ന കാര്യം പറയുമ്പോൾ വെങ്കിട്ട് പറയും JK ടയേഴ്സ് എന്നോ, എന്നാൽ ഞാനൊന്ന് കമ്പനിയിലേക്ക് വിളിച്ചു നോക്കട്ടെ പറയും. എന്നിട്ട് അയാൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിച്ചിട്ട് പറയും അവര് കമ്പനിയിലേക്ക് വിളിച്ചപ്പോൾ JK ടയേഴ്സ് നിന്ന് ആരും വന്നിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവർക്ക് അഡ്രസ്സ് തെറ്റിയതായിരിക്കും, നീ ഒന്ന് അവരോട് പറയും. അപ്പോൾ വൈഫ് ഇങ്ങനെ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവര് ഗുണ്ടകളായിരിക്കും. അപ്പോൾ വൈഫിന് ഇവരെ കാണുന്നതേ പേടിയാവും. അപ്പൊ വൈഫ് മോനെ ഇങ്ങോട്ടേക്ക് വാ പറഞ്ഞ് വിളിക്കുമ്പോൾ അയാള് പെട്ടെന്ന് മോന്റെ കഴുത്തിൽ ഒരു കത്തി വെക്കും. അങ്ങനെ ഇവര് ഓടി വന്നിട്ട് വെങ്കിട്ടിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ വെങ്കിട്ട് പറയും ഇതാ ഞാൻ വീടിന് മുമ്പ് തന്നെയുണ്ട്, ഇതാ വരുന്നു എന്ന് പറയും. അങ്ങനെ വെങ്കിട്ടിനെ കാണിക്കും. അപ്പൊ തന്നെ വെങ്കിട്ടിനെ ആരോ വന്നിട്ട് ഒരു കത്തി വെച്ചിട്ട് അയാളെ വയറ്റിനേക്ക് കുത്തും. അപ്പൊ അയാൾ ഇങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അതൊരു ഗുണ്ടയായിരിക്കും. അങ്ങനെ തന്നെ വെങ്കിട്ട് അവിടെ വീണിട്ട് അവിടെ മരിച്ചു കിടക്കുകയാണ്. ആ ടൈമിൽ തന്നെ വെങ്കിട്ടിന്റെ ഭാര്യേനെ ഈ വന്ന ഗുണ്ടകളിൽ ഒരാള് കയറ് വെച്ച് കെട്ടി തൂക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ആ മോൻ ഇങ്ങനെ നിന്ന് കരയുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായിട്ട് നെക്സ്റ്റ് സീനിൽ ഒരു ചർച്ചാണ് കാണിക്കുന്നത്. അവിടെ 2 ആൾക്കാർ ഇന്ന് സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൽ ഒരാൾ വക്കച്ചനും പിന്നെ നമ്മുടെ പള്ളിയിലച്ഛനും ആയിരിക്കും സംസാരിക്കുന്നത്. ഇവരെ പള്ളിപ്പെരുന്നാളാണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും. അപ്പോൾ വക്കച്ചൻ പറയും ഇത്തവണയും ജോസ് ഇതിനുണ്ടെങ്കിൽ നമ്മളെ പള്ളിപ്പെരുന്നാൾ കോളാവും. അപ്പോൾ ജോസിനെ എങ്ങനെയെങ്കിലും അച്ഛൻ പറഞ്ഞിട്ട് വേണം ഇവിടുന്ന് ഇതാക്കാന്. അപ്പൊ അച്ഛൻ പറയും ഞാൻ എന്ത് ചെയ്യാനാ. അപ്പോൾ വക്കച്ചൻ പറയും അവന്റെ അമ്മ പറഞ്ഞാൽ മാത്രമേ അവൻ കേൾക്കൂ, നമുക്ക് എന്താക്കാം അവന്റെ അമ്മ റോസക്കുട്ടി ചേട്ടത്തിനോട് പോയി പറയാ, എന്നിട്ട് നമുക്ക് അവനെ കൊടൈക്കനാലിലേക്ക് ടൂറ് വിടാം, ഫുള്ള് പൈസയും ഞാൻ നോക്കിക്കോളാന്ന് പറയും. അങ്ങനെ ഇവരിത് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ വക്കച്ചന്റെ കൂടെയുള്ള ഒരാളും കൂടെ നമ്മുടെ റോസക്കുട്ടി ചേട്ടത്തിന്റെ അടുത്തേക്ക് പോയിട്ട് ഇവരെ പ്ലാനിങ് ഒക്കെ പറയും. അപ്പോൾ റോസക്കുട്ടി ചേച്ചി പറയും ഓ ആയിക്കോട്ടെ ഞാനിത് ഇതാക്കിക്കോളാം പറയും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ റോസക്കുട്ടി ചേച്ചിനെയും ജോസിനെയാണ്. അപ്പോൾ റോസക്കുട്ടി ചേച്ചി ജോസിനോട് ചോദിക്കും എടാ നിന്റെ പേരെന്താ. അപ്പോൾ പറയും ജോസ്. എല്ലാ നാട്ടുകാർ നിന്നെ എന്താ വിളിക്കുന്നത് ചോദിക്കുമ്പോൾ ടർബോ ജോസ് എന്ന് പറയും. അപ്പൊ നമ്മുടെ ജോസ് ആരാന്നറിയോ, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി. അങ്ങനെ ഈ അമ്മ പറയും നീ പൊയ്ക്കോ, ഇനി നീ പെരുന്നാൾ കഴിയാണ്ട് നിന്നെ ഈ ഭാഗത്ത് കണ്ടുപോകരുത്, നീ നേരെ മൂന്നാറിലേക്ക് വിട്ടു, എന്നിട്ട് അവിടുന്ന് കൊടൈക്കനാലിലേക്ക് പോയിട്ട് കറങ്ങി 2 ദിവസം കഴിഞ്ഞിട്ട് നിന്നെ ഈ ഭാഗത്ത് കാണാൻ പാടുള്ളൂ എന്ന് പറയും. അങ്ങനെ ഇവർ പോകുമ്പോൾ പെട്ടെന്ന് വണ്ടിയിൽ ജോസിന് ഫ്രണ്ട്സ് വന്നിട്ട് ചോദിക്കും അല്ല ഇച്ചായ നിങ്ങൾ എങ്ങോട്ടാ പെരുന്നാളൊക്കെ ആയിട്ട് പെരുന്നാൾ കൂടാണ്ട് എങ്ങോട്ടേക്കാ പോകുന്നേ ചോദിക്കും. പറയും ഈ അമ്മ എന്നെ പെരുന്നാൾ കൂടാൻ വിടുന്നില്ലടാ പറയും. അങ്ങനെ അപ്പൊ അമ്മ പറയും നീ മര്യാദയ്ക്ക് വിട്ടോ, ആര് പറയുന്നത് നീ കേൾക്കണ്ട പറഞ്ഞിട്ട് ജോസിനെ പറഞ്ഞു വിടും. അപ്പൊ നമ്മുടെ ജോസിന്റെ ഫ്രണ്ട്സ് പറയും എന്ത് ചെയ്തിട്ടാണെങ്കിലും പെരുന്നാളിന് രാവിലെ ഇച്ചായൻ ഇവിടെ ഉണ്ടാവും, നീ നോക്കിക്കോ. പിന്നീട് ഒരു ഗുണ്ടാ സംഘത്തെയാണ് കാണിക്കുന്നത്. അത് സാബു ആൻഡ് ടീം ആയിരിക്കും കേട്ടോ. അപ്പൊ അവരിങ്ങനെ വരുന്ന കാണുമ്പോ നമ്മുടെ വക്കച്ചന്റെ കൂടെ നേരത്തെ ഉണ്ടായ ആളില്ലേ, അയാൾ ഇങ്ങനെ പറയും അയ്യോ അത് സാബുവും ടീമും അല്ലേ, കഴിഞ്ഞ പോലത്തെ പക വീട്ടാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കും എന്ന് പറയും. അപ്പൊ ആ ചായക്കടയിലുള്ള ഒരാൾ പറയും അതിന് ആരോട് പക തീർക്കാനാ, ജോസ് നേരത്തെ ബസ് കയറി പോയല്ലോന്ന്. നെക്സ്റ്റ് സീനില് പള്ളിപ്പെരുന്നാളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാബുവും ടീമും ഇല്ലേ, അവർ പെട്ടെന്ന് ഒരു ജീപ്പിൽ വന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ ജോസിന്റെ ഫ്രണ്ട് ജെറീന്റെ അടുത്തേക്ക് വന്നിട്ട് ജെറീൻ അടിക്കും. ബാക്കിയുള്ള ഫ്രണ്ട്സ് ഇല്ല ആ ജീപ്പിൽ ഉണ്ടായ അവരെ അടിക്കും. അപ്പൊ തന്നെ ഇവര് അവരെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടുമ്പോ പെട്ടെന്ന് ഒരു വണ്ടീന്റെ സൗണ്ട് കേൾക്കും. അത് നമ്മുടെ ജോസ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ജോസ് വന്നിട്ട് നമ്മുടെ സാബുൻ ടീമിനെയും മൊത്തം പഞ്ഞിക്കിട്ട് അടിച്ച് നിരപ്പാക്കി കളയുന്നുണ്ട്. അപ്പോൾ ഇവൻ ഈ അടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ
പെട്ടെന്ന് ആരോ ഒരു ഗുണ്ട വന്നിട്ട് ജെറീന്റെ തലയ്ക്ക് ഒരു കമ്പിയും കൊണ്ട് അടിക്കും. അപ്പോ ഇവന്റെ അമ്മ വന്നിട്ട് പറയും ജോസൂട്ടി ഉറക്കെ വിളിക്കുമ്പോ ഇവന് ബാക്കിയുള്ള ഫ്രണ്ട്സിനോട് പറയും നിങ്ങൾ വേഗം അവൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോ, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാന്ന്. നെക്സ്റ്റ് സീനിൽ ഒരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ജെറി ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ജോസ് വന്നിട്ട് ജെറീനോട് ഇങ്ങനെ ഓരോ കാര്യം ചോദിക്കുമ്പോൾ നേഴ്സ് പറയും അയാളെ മഴയ്ക്ക് കിടത്തിയേക്കാണ്, അയാൾക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്ന്. അപ്പം തന്നെ ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് ഓടി വരും. എന്നിട്ട് ഇയാളോട് പറയും പെരുന്നാൾ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ജോസിനോട് ചോദിക്കുമ്പോൾ ജോസ് ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ പറയും ഇത് ഇവന് ഇവിടുന്ന് കിട്ടിയ പണിയല്ല, ഇത് തൃശ്ശൂരിൽ നിന്ന് വന്ന പണിയാണ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്ന് ചോദിക്കുമ്പോൾ പറയും ഇവൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ട് ഇന്ദു, അവളെ ഫാമിലിയിൽ നിന്ന് വന്ന പണിയാണ്, ഇവനിക്ക് അവളെ ഇഷ്ടമാണ്, അപ്പോൾ അവൾക്ക് കല്യാണം ആലോചിക്കുന്നത് കൊണ്ട് ഇവർ രജിസ്റ്റർ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതറിഞ്ഞിട്ട് അവരെ ഫാമിലി കൊടുത്ത പണിയാണിത് എന്ന് പറയും. അപ്പോൾ ജോസ് പറയും എന്ത് ചെയ്തിട്ടാണെങ്കിലും ജെറിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ ഞാൻ ജെറിക്ക് കല്യാണം കഴിച്ചു കൊടുക്കും, ഞാൻ അവളെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കും. അപ്പോൾ വേറൊരാൾ വന്ന് ചോദിക്കും അതിന് ജോസേട്ട് എനിക്ക് ഇന്ദുവിൻ്റെ നമ്പറോ വീടോ എന്തെങ്കിലും അഡ്രസ്സോ എന്തെങ്കിലും അറിയുമോ ചോദിക്കും. പറയില്ല. പിന്നെ എന്താ പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നേ ചോദിക്കും. അങ്ങനെ ഫോൺ സെർച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ഇന്ദുവിൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ജെറീൻ്റെ ഫോൺ എടുത്തിട്ട് ഇവർ സെർച്ച് ചെയ്യും. അപ്പോൾ നോക്കുമ്പോൾ അതിൽ ഫുൾ ഇന്ദുകളായിരിക്കും. ഇന്ദു ഇൻസ്റ്റ, ഇന്ദു കോളേജ്, ഇന്ദു ബംബിൾ, ഇന്ദു ടിൻഡർ, ഇന്ദുസ്. അപ്പോൾ ഇവരെന്നെ ചോദിക്കും ഇതിലിപ്പോൾ ഏതാടാ ഇന്ദു എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ നിൽക്കും. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്പർ തപ്പി പിടിച്ചിട്ട് നമ്മുടെ പോലീസുകാരൻ ഇന്ദുവിനെ വിളിക്കും. അടുത്ത സീനിൽ നമ്മുടെ ഇന്ദുവിൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഇവളെ കല്യാണം പെണ്ണ് കാണാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് പെട്ടെന്ന് അവിടത്തേക്ക് നമ്മുടെ ജോസ് ജീപ്പിൽ വന്നിട്ട് ഇറങ്ങും. എന്നിട്ട് അപ്പോൾ ഇവരൊക്കെ നോക്കൂ ഇതാരാന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഇന്ദുവിൻ്റെ അമ്മാവനോട് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇയാൾ പറയും ഞങ്ങൾ വിടില്ല എന്നിട്ട് ഇവനെ ജോസിനെ എന്താക്കും ഈ അമ്മാവൻ അടിക്കും. അപ്പോൾ എന്ത് ചെയ്യും ജോസിന്റെ കൂടെ വന്ന ആള് നമ്മുടെ ഇന്ദുവിനോട് പറയും മോള് കണ്ണ് കെട്ടി നിന്നിട്ട് അവളെ കണ്ണ് കെട്ടിയിട്ട് നിർത്തും. അപ്പൊ തന്നെ നമ്മുടെ ജോസ് അവിടെയുള്ള എല്ലാരെയും അടിച്ചിടും. അടുത്തൊരു ഫൈറ്റിംഗ് സീനാണ് ഇവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് ഇന്ദുവിനെയും കൂട്ടിയിട്ട് ജോസും ഈ ഫ്രണ്ടും കൂടെ നാട്ടിലേക്ക് വരും. എന്നിട്ട് നേരെ ഇവര് ജെറീന്റെ വീട്ടിലേക്ക് പോവും. എന്നിട്ട് പറയും ജെറിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടാട്ടോ ഇവര് പോകുന്നത്. അങ്ങനെ ജെറീന്റെ വീട്ടിലെത്തി ജെറിക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ കഥകിനെ മുട്ടുമ്പോൾ പെട്ടെന്ന് ജെറീന്റെ അച്ഛനും അമ്മയും ഏട്ടനും കൂടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ ചോദിക്കും ഇതാ മുറ്റത്ത് മാലാകക്കുട്ടി വന്നിട്ടുണ്ടെന്ന് ജോസ് പറയും. അങ്ങനെ ഇവർ വന്ന് നോക്കുമ്പോൾ ഇവർക്ക് ആരാന്ന് മനസ്സിലാവില്ല. അപ്പോൾ പെട്ടെന്ന് അപ്പോൾ ജോസ് പറയും നിങ്ങൾ ജെറീനെ വിളിച്ചേ, ജെറിക്ക് അറിയാം ആരാന്ന്. അങ്ങനെ ജെറി വന്ന് നോക്കുമ്പോൾ ഇവരെ കാണുന്ന ജെറി ഇങ്ങനെ അന്താളം വിട്ടിട്ട് ജെറി എന്താക്കും ഇവരെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെയും അറിയാത്ത പോലെയും നടിക്കും. ആ പെണ്ണിന് ഇവൻ അറിയേ ഇല്ല എന്ന് പറയും. അപ്പൊ തന്നെ ജോസ് പറയും എടാ നീ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്, നിനക്ക് എന്താ അടി കിട്ടിയപ്പോൾ നിന്റെ ഓർമ്മശക്തി പോയോന്ന്. അപ്പൊ ജെറി പറയും എനിക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ട് വല്ലാത്ത ക്ഷീണം, എനിക്കൊന്ന് കിടക്കണം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോവും. പിന്നെ നമ്മുടെ ജോസ് പെട്ട പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മളെ ജോസ് നേരെ നമ്മളെ ഇന്ദുവിനെയും കൂട്ടിയിട്ട് ജീപ്പിൽ ഇങ്ങനെ വരും. അപ്പൊ അവളോട് ചോദിക്കും നീ ഇനി എന്താ ചെയ്യുക, നിന്റെ പ്ലാൻ എന്താ, നിന്നെ എങ്ങോട്ടേക്കാ കൊണ്ടുപോകണ്ടേ, വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകട്ടെ ചോദിക്കും. അപ്പോൾ ഇന്ദു പറയും ഞാൻ വർക്ക് ചെയ്യുന്ന ചെന്നൈയിലാണ്, ഞാൻ ചെന്നൈയിലേക്ക് പോയിക്കോളാം, എന്നൊരു ബസ് കയറ്റി വിട്ടാൽ മതി പറയും. അങ്ങനെ ഒരു ബസ് പോകുന്നതിനെ ഇവന് ഓവർടേക്ക് ചെയ്ത് അതിന്റെ ഫ്രണ്ടിൽ വണ്ടി കൊണ്ടിട്ടിട്ട് അയാളോട് ചോദിക്കും ഈ കുട്ടി ചെന്നൈയിലേക്ക് ഇവളെയും കൂടെ ഒന്ന് കൂട്ടുമോ പറഞ്ഞിട്ട് അവളെ അതിലേക്ക് കയറ്റി വിടും. അടുത്ത സീനിൽ നമ്മുടെ ഫ്രണ്ട് ജോസിന്റെ ഫ്രണ്ട് ഇല്ലേ അയാളുടെ അടുത്തേക്ക് ജോസ് ഇങ്ങനെ വരും. എന്നിട്ട് പറയും അയ്യോ ടെൻഷൻ ആയിട്ട് വയ്യ, എന്തെങ്കിലും എടുക്കടാന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പിയിൽ ഇങ്ങനെ കള്ള് വാങ്ങിയിട്ട് ഇങ്ങനെ കുടിക്കും. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ജോസിന്റെ വീട്ടിന് മുമ്പിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്തോ കത്തുന്നതായിട്ട് കാണും. അപ്പൊ ഇവർ എന്താ ഈ അമ്മച്ചി വീടിന് തീയിട്ടോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു നോക്കും അമ്മച്ചീനെ. അപ്പൊ അമ്മച്ചി പറയും അമ്മച്ചീനോട് ഇവൻ ചോദിക്കും എന്താ അമ്മച്ചി നിങ്ങള് ക്രിസ്മസിന് നക്ഷത്രം കത്തിച്ചിട്ടുണ്ടോ, വീട് മൊത്തം തിളങ്ങുന്നുണ്ടല്ലോ എന്ന് പറയാം. എടാ പൊട്ട അത് നക്ഷത്രം കത്തിച്ചൊന്നല്ല, നിന്നെ തിരക്കി പോലീസുകാർ വന്നിട്ടുണ്ട്, നീ ഏതോ ഒരു പെങ്കൊച്ചിനെ ഇതാക്കിന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ആ പെങ്കൊച്ചിനെ അതിന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നീ ഇങ്ങോട്ടേക്ക് കയറിയാൽ മതി എന്ന് പറയും. അങ്ങനെ നമ്മുടെ ജോസ് നേരത്തെ ആ കുട്ടീനെ കയറ്റിവിട്ട ബസ്സില്ലേ ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കയറിയിട്ട് ആ കുട്ടീനോട് പറയും മോളെ ഞാനിപ്പോൾ കുടുങ്ങിയിട്ടാണ്, നീ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം, നിന്നെ വീട്ടിൽ കൊണ്ടാക്കാണ്ട് എൻ്റെ വീട്ടിൽ കയറ്റില്ല, ഫുള്ള് പോലീസൊക്കെ ആയിട്ട് ഞാനിപ്പോൾ എന്നെ ഇപ്പോൾ അവർ അറസ്റ്റ് ചെയ്തിട്ട് പോകുന്ന ഇതിലാണ് സംഭവം ഉള്ളത്, ഫുള്ള് സീനായിട്ടാണ് പറയും. അപ്പോൾ ഇവൾ പറയും ഞാൻ എങ്ങോട്ടുമില്ല, നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടുക പറയും. അപ്പോൾ ഇവൻ പറയും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഞാൻ പിന്നെ എന്താ ചെയ്യുക ചോദിക്കും. അപ്പോൾ ബസ്സിലുള്ള ബാക്കിയുള്ളവരൊക്കെ ജോസിൻ്റെ നേരെ ഷൗട്ട് ചെയ്തിട്ട് അപ്പോൾ ജോസ് പറയും എൻ്റെ അമ്മോ നിങ്ങളൊക്കെ മലയാളികൾ എന്നെയെന്ന് പറഞ്ഞിട്ട് ഈ ജോസ് പുറത്തിറങ്ങി വന്നിട്ട് ജോസിൻ്റെ ഫ്രണ്ടിനോട് പറയും
നീ വണ്ടി നേരെ വീട്ടിൽ കൊണ്ടിട്ടേക്ക്, ഞാൻ എന്തായാലും ചെന്നൈ വരെ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് ഈ കൊച്ചിൻ്റെ കൂടെ ചെന്നൈയിലേക്ക് ജോസ് പോകും. പിന്നീട് നമ്മുടെ ഇന്ദുവും ജോസും കൂടെ ബസ്സിൽ ഇരുന്നിട്ട് സംസാരിക്കുന്ന സീനാണ് കാണുന്നത്. അപ്പൊ ഇയാൾ ചോദിക്കും കുട്ടി എവിടെയാ വർക്ക് ചെയ്യുന്നേ ചോദിക്കുമ്പോൾ പറയും ഞാൻ ICB ബാങ്കിൽ മാനേജറാണ് നുങ്കമ്പക്കം ബ്രാഞ്ചില്. അപ്പോ ഇയാൾ പറയും കുട്ടിയുടെ ശരിക്കുള്ള പേരെന്താണ്? നമ്മുടെ ജെറിയുടെ ഫോണിൽ കുറെ ഹിന്ദുമാരെ പേരുള്ളതും കൊണ്ട് കുട്ടിയുടെ ശരിക്കും പേര് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പറയും. അപ്പോ ഇവള് ചോദിക്കും കുറെ ഹിന്ദുമാരോ? പറയാ ഹിന്ദു ഇൻസ്റ്റ, ഹിന്ദു ടെൻഡർ, ഹിന്ദു ബമ്പിൾ എന്നൊക്കെ കുറെ പേര് കണ്ടിട്ടുണ്ടായില്ലോ പറയും. അപ്പോ ഇവള് പറയും എന്റെ ശരിക്കും പേര് ഇന്ദുലേഖ എന്നാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ബസ് ചെന്നൈയിലെത്തും. അപ്പോ നമ്മുടെ ജോസ് ബസ്സിൽ ഉറങ്ങിപ്പോവും. ബാക്കിയുള്ള എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. ഹിന്ദുവും ബസ്സിലുണ്ടാവില്ല. അങ്ങനെ ജോസ് ഇങ്ങനെ ഓരോരോ ആൾക്കാരോട് ഇങ്ങനെ സ്ഥലങ്ങൾ ഇങ്ങനെ ചോദിച്ചു നടക്കുന്നതായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. പിന്നെ ഇന്ദുവിനെയാണ് കാണിക്കുന്നത്. ഇന്ദു ബാങ്കിലേക്ക് വരും. അപ്പൊ അവിടെ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അയാളുടെ പേരാണ് ആൻഡ്രൂസ്. അപ്പൊ ആൻഡ്രൂസ് പുതിയ ഷോറൂമിന്റെ ഭൂമി പൂജയ്ക്ക് നമ്മുടെ ഇന്ദുവിനെ വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ ഇവള് നേരെ ക്യാബിനിലേക്ക് കയറിപ്പോവും. അപ്പോ പെട്ടെന്ന് ഒരാൾ കയറി വരും അങ്ങോട്ട്. അയാളുടെ പേരാണ് ദിലീപ് ബാബു. അയാൾ അവിടുത്തെ MLA ആയിരിക്കും. അപ്പൊ എന്തോ ലോണിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇന്ദു പറയും നിങ്ങൾ ലോണിന് വെച്ച ലാൻഡിന് കുറെ ഓണേഴ്സ് ഉണ്ട്, അപ്പൊ അവരെയൊക്കെ സൈൻ ഇല്ലാണ്ട് ആ ലോണ് പാസ്സാക്കി തരാൻ പറ്റില്ലാന്ന്. അപ്പൊ അത് പറഞ്ഞതിന് ഈ നമ്മുടെ ദിലീപ് ബാബു ഇന്ദുവിനോട് ചൂടായിട്ട് ഷൗട്ട് ചെയ്തിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകും. അപ്പൊ പെട്ടെന്ന് അവിടെ ഉള്ളവരൊക്കെ വന്നിട്ട് ഇയാളെ അവിടുന്ന് പിടിച്ചിട്ട് പുറത്താക്കും. പിന്നെ നമ്മുടെ ജോസ് ഇന്ദുവിന്റെ അടുത്തേക്ക് വരുന്ന സീനാണ് കാണുന്നത്. അപ്പൊ ജോസ് ഇങ്ങനെ വന്നിട്ട് പറയും നീ ഒന്ന് എൻ്റെ കൂടെ നാട്ടിലേക്ക് വാ, ഫുള്ള് നാട്ടിൽ സീനായിട്ടുള്ള എൻ്റെ അമ്മച്ചി എന്നെ വീട്ടിലേക്ക് കയറ്റൂല, നിന്നെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടാക്കാണ്ടെന്ന്. അപ്പൊ ഇവള് പറയും അമ്മാവന്മാരെയും എല്ലാവരെയും ഫാമിലി മൊത്തം നാണം കെടുത്തിട്ട് വന്നിട്ട് പിന്നെ ഞാനിങ്ങനെ വീട്ടിലേക്ക് കയറി പോവാ ചോദിക്കും. അപ്പോൾ ഇയാള് അവളോട് ഷൗട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് സീനിൽ കാണുന്നത് നമ്മുടെ ജോസ് ഇങ്ങനെ ചെന്നൈയിൽ ഇങ്ങനെ തെരുവിൽ കൂടെ ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പൊ അമ്മച്ചീനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അമ്മച്ചിയോട് എന്ത് ചെയ്തിട്ടാണെങ്കിലും കാര്യമില്ല, ആ കൊച്ചിനെ വീട്ടിൽ കൊണ്ടാക്കാണ്ട് നീ ഇങ്ങോട്ട് കയറാൻ പാടില്ലാന്ന്. അങ്ങനെ പെട്ടെന്ന് ഇവനിങ്ങനെ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് ഒരു കുട്ടീനെ കാണും. അപ്പൊ അതിനോട് ചോദിക്കും ഇവിടെ റൂം ഉണ്ടോ എന്ന് പറയും ആ റൂം ഉണ്ട്. അപ്പോൾ ചോദിക്കും ചൂടുവെള്ളം ഉണ്ടാവുമെന്ന്. അപ്പോൾ ആ 24 hours ഹോട്ട് വാട്ടറിന്. എന്നിട്ട് ഇവൻ റൂം എടുക്കും. അപ്പോൾ റൂമിൽ പോയിട്ട് നോക്കുമ്പോൾ അവിടെ ചൂടുവെള്ളം ഒരു വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഇവൻ താഴെ വന്നിട്ട് കംപ്ലൈന്റ് കൊടുക്കും. അപ്പോൾ അയാൾ പറയും ഇവിടെ ചൂടുവെള്ളമൊന്നും ഇല്ലാന്ന്. അപ്പോൾ ജോസ് പറയും എന്നെ എൻ്റെ പൈസ തിരിച്ചു തന്നേക്കുന്നു. അപ്പോൾ ഇയാൾ നോ റീഫണ്ട് എന്ന് പറഞ്ഞ ബോർഡ് എടുത്ത് കാണിച്ചു കൊടുക്കും. പിന്നെ നെക്സ്റ്റ് സീനിൽ കാണുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ നമ്മുടെ ഇന്ദു കാറിൽ വന്നിട്ട് ഇറങ്ങും. എന്നിട്ട് ഇയാൾ ഇവിടെ SIനോട് വന്ന് ചോദിക്കും സാർ എന്നെ വിളിച്ചിട്ടുണ്ടായോ എന്ന് പറയും. ആ കാണുന്ന ആളെ നിങ്ങൾക്ക് അറിയുമെന്ന് വെച്ചിട്ട് ജോസിനെ കാണിച്ചു കൊടുക്കും. നോക്കുമ്പോൾ ജോസ് നമ്മുടെ ഹോട്ടലിലെ ആളില്ലേ അയാൾ അടിച്ച് നിരപ്പാക്കിയിട്ട് അയാൾ ഫുള്ള് ബാൻഡേജ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അയാൾ പറയും ഇയാൾ ചെയ്ത കാര്യത്തിന് അടി ഉണ്ടാക്കുക ഒരു 10,000 ഞങ്ങൾക്കൊരു 15,000 തന്നിട്ട് അയാളെയും കൂട്ടിയിട്ട് പോയിക്കോ പറയും. അങ്ങനെ ഇന്ദു അവിടുന്ന് ആ പൈസയൊക്കെ കൊടുത്ത് കേസൊക്കെ ഒത്തു തീർപ്പാക്കിയിട്ട് ജോസിനെയും കൂട്ടിയിട്ട് പോകും. അങ്ങനെ പുറത്ത് വന്നിട്ട് ഇവള് ജോസിനോട് ഷൗട്ട് ചെയ്യും. എന്നിട്ട് പറയും ഇനി എന്നെ ഒരു കാര്യത്തിനും വിളിച്ചു പോരുത്, ഞാൻ വരൂല്ല, നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയിക്കോളണം എന്ന് പറയും. ഞാൻ ഇന്ന് രാത്രിത്തെ വണ്ടി പോവാൻ നിന്നതാ, അപ്പോഴാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്, എനിക്കൊന്ന് കുളിക്കെങ്കിലും വേണ്ടേ പറയും. അപ്പൊ ഇന്ദു എന്താക്കും ഇയാളെ നേരെ ഇന്ദുവിന്റെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഇന്ദുവിന്റെ ഒരു കസിൻ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് കസിൻ അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് അപ്പൊ പറയും ഞാൻ ജെറിച്ചേട്ടനെ കണ്ടിട്ടുണ്ടായി, അയാൾ എന്നോട് പറഞ്ഞത് പെട്ടെന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പെട്ടെന്ന് കയറി വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാ, മാത്രമല്ല അയാൾ ജെറിച്ചേട്ടന്റെ അച്ഛൻ ഒരു ഹാർട്ട് പേഷ്യന്റും കൂടിയാണ്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാലോ വെച്ചിട്ടാണ് അദ്ദേഹം അപ്പോൾ ഒന്നും മിണ്ടാണ്ടിരുന്നേന്നാ എന്നോട് പറഞ്ഞേന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ ജോസിനെ കാണും. എന്നിട്ട് ജോസിനോട് ഇവരിങ്ങനെ സംസാരിക്കും. അത് കഴിഞ്ഞ് ആരോ പുറത്ത് വന്ന് ബെല്ലടിക്കും. അപ്പോൾ ഇന്ദു പോയിട്ട് ഡോറ് തുറക്കുമ്പോൾ അത് നമ്മുടെ ജെറി ആയിരിക്കും. ജെറീനെ കണ്ടത് ഇവൾക്ക് ദേഷ്യം പിടിക്കും. എന്നിട്ട് ജെറി ഇവള് അപ്പോളജൈസ് ചെയ്യാൻ കുറേ നോക്കും. അപ്പോൾ ഇവള് പറയും നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ക്ഷമിക്കാം, നീ എന്നെ കണ്ടിട്ട് മെയിൻഡ് ആക്കാത്തതും നീ എന്നെ പുറകെ വരാത്തതൊക്കെ ഞാൻ ക്ഷമിക്കാം, ബട്ട് നിന്റെ ഫോണിലുള്ള ഇന്ദു ബമ്പിളും ഇന്ദു ടിൻഡറൊക്കെ ആരാന്ന് ചോദിക്കും. അപ്പൊ ഇവനിങ്ങനെ ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞേ ചോദിക്കും. ജെറി ഇവരുടെ ഫ്ലാറ്റിലേക്ക് വന്നപ്പോൾ തന്നെ ജോസ് അവിടുന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ എന്നിട്ട് ജോസ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ജെറി വന്നിട്ട് ജോസിനോട് എന്തൊക്കെയോ ഷൗട്ട് ചെയ്തിട്ട് സംസാരിക്കും, ഇവളോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തതിന്. നെക്സ്റ്റ് സീനിൽ കാണുന്നത് നമ്മുടെ പോലീസുകാരനില്ലേ ജോർജ്, അയാളെ നമ്മളെ ജോസ് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണ്. ഞാൻ ഇന്ന് നാട്ടിലേക്ക് വരും, അവള് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാന്ന് പോലീസുകാരോട് പറയാന്ന്. അപ്പൊ ഇയാൾ പറയും ഇത് കേസ് വേറെതാ മോനെ, നീ വീട്ടിൽ കയറി ആക്രമിച്ചതും വധശ്രമത്തിനൊക്കെ നിന്റെ പേരിൽ കേസ് എടുത്തിട്ടുള്ളത്, നീ അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നീ
ഇപ്പൊ എന്തായാലും നാട്ടിലേക്ക് വരണ്ട, കുറച്ച് സമാധാനാവട്ടെ, അപ്പൊ ഞാൻ വിളിച്ചു പറയും, അപ്പൊ വന്നാൽ മതി എന്ന് പറയും. ഇവിടെ സീൻ കട്ടായിട്ട് പിന്നെ നമ്മുടെ ജെറി വർക്ക് ചെയ്യുന്ന ബാങ്കാണ് കാണിക്കുന്നത്. അപ്പോ ജെറി വന്നപ്പോ തന്നെ ജെറിന്റെ മാനേജർ വല്ലാണ്ട് ജെറീനോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ജെറീനെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചിട്ട് ലേറ്റ് ആയി വന്നതിന് എന്തൊക്കെയോ ചീത്ത പറയുന്നുണ്ട്. അങ്ങനെ ജെറി അങ്ങനെ ചീത്തയൊക്കെ കേട്ടിട്ട് ഇറങ്ങി വരുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന സിത്തു ജെറീനോട് എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകും. എന്നിട്ട് പറയും, ജെറി നീ ചെയ്ത കാര്യം വളരെ മോശമായിപ്പോയി, നീ ആ ക്യാഷ് തിരിച്ചിട്ടേക്ക്, അല്ലെങ്കിൽ നീ ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കേണ്ടി വരും പറയും. അപ്പൊ ഇവൻ പറയും, ഏത് ക്യാഷ്, നീ എന്താ കാര്യം പറയാന്ന് പറയും. നിന്റെ പാസ് കീ ഉപയോഗിച്ചിട്ട് 70 ലക്ഷം രൂപയാണ് നമ്മുടെ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുള്ളത് എന്ന്. അപ്പൊ ജെറി പറയും, എനിക്കതൊന്നും അറിയില്ല, ഞാനിതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല പറയും. എന്നിട്ട് ഇവളോട് പറയും, എന്താ ശരിക്കും സംഭവം എന്ന് നീ പറയാന്ന്. അപ്പൊ നമ്മുടെ സിത്തു പറയും, നീ പെരുന്നാളിന് നാട്ടിൽ പോയ ടൈമിൽ ഇവിടെ ഒരു ഫാമിലി വന്നിട്ടുണ്ടായി, ഒരു വെങ്കിട്ടേഷും അയാളെ വൈഫും. അപ്പോൾ ഇത് നമ്മുടെ കഥയിൽ നമ്മൾ ഫസ്റ്റ് കണ്ട വെങ്കിട്ടായിരിക്കും കേട്ടോ ഇത്. അപ്പോൾ അവരൊരു കംപ്ലൈന്റ് ആയിട്ടാണ് വന്നേ. അവർ അച്ഛൻ മരിച്ചിട്ട് 8 വർഷമായി, എന്നാൽ അച്ഛന്റെ അക്കൗണ്ടിൽ നിന്ന് 70 ലക്ഷം രൂപ വിഡ്രോ ആയിട്ട് ഇന്നലെ ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായി. അതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ വന്നിട്ടുണ്ടാവുക. അപ്പോൾ സിത്തു പറയും, ഒരു മണിക്കൂറിൽ 7 വട്ടമായിട്ടാണല്ലോ 10 ലക്ഷം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്, എന്തായാലും നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുക, ഞാനത് ഫോർവേഡ് ചെയ്യാന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ജെറി പിന്നെ പോയിട്ട് കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന ഒരു സീനാ പിന്നെ കാണുന്നത്. അത് കഴിഞ്ഞ് രാത്രി ജെറിയും സിത്തുവും കൂടെ പേഴ്സണലായിട്ട് കാണുന്നു. അപ്പോൾ ജെറി പറയും, ബാങ്കിൽ നിന്ന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് നിന്നോട് ഞാൻ പുറത്ത് വരാൻ പറഞ്ഞത്. കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് 10 കോടിയോളം രൂപ എൻ്റെ പാസ് കീ ഉപയോഗിച്ചിട്ട് മാത്രം വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട്, അക്കൗണ്ടുകളിൽ പൈസയുള്ള അക്കൗണ്ടുകൾ മാത്രം നോക്കി അത് ഹാക്ക് ചെയ്തിട്ട് ഇവര് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു രീതിയാണ്. അതിന് നമ്മുടെ ബാങ്കിൽ തന്നെ ഈ ബാലൻസ് ഉള്ള അക്കൗണ്ട് പറഞ്ഞു കൊടുക്കുന്ന ആരോ ഇവരെ സഹായിക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ സിത്തു പറയും, നമ്മുടെ ബാങ്കിന്റെ ഇന്റേണൽ സിസ്റ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളോ എന്നിങ്ങനെ ആശ്ചര്യത്തോടെ ചോദിക്കും. ഇവിടെ സീൻ കട്ടായിട്ട് പിന്നീട് കാണുന്നത് ഒരു MLA-മാര് എല്ലാവരും കൂടെ ഉള്ള ഒരു മീറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ ഒരു ഗുണ്ടാ തലവന്റെ ടീമിലുള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഈ MLA-മാരോട് അവരെ ടീമിൽ കൂടാനാണ് പറയുന്നത്. എന്നാൽ ഈ MLA അതിനെ എതിർത്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇയാൾ പറയും, വെട്രി സാറ് പറയുന്നത് കേൾക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് ഈ MLA-മാരോട് പറയും. എന്നാൽ അവര് അതിനെ എതിർക്കുക ചെയ്യുന്നത്. അങ്ങനെ ഈ വെട്രി എന്ന് പറഞ്ഞ ഗുണ്ടാ തലവനില്ലേ, അയാൾ പെട്ടെന്ന് ഒരു ഹെലികോപ്റ്ററിൽ വന്നിറങ്ങും. എന്നിട്ട് MLA-മാരോട് സംസാരിച്ചിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കും. പക്ഷെ അതൊന്നും നടക്കില്ല. അങ്ങനെ അയാള് അവരെ കൊന്നിട്ട് അവിടുന്ന് പോകും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒരു പെണ്ണിങ്ങനെ ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നത് കാണാം. ഈ വെട്രി ആ പെണ്ണിനെയും കൊല്ലൂട്ടോ. അടുത്ത സീനില് നമ്മുടെ ജോസും ഇന്ദുവിനെയാണ് കാണുന്നത്. അപ്പോൾ ജോസിനോട് ഇന്ദു വന്ന് ചോദിക്കും, നിങ്ങൾ ഇതുവരെ പോയില്ലേന്ന്. അപ്പോൾ ഇയാൾ പറയും, ഒന്നും പറയേണ്ട മോളെ, ഞാൻ കുടുങ്ങിയിട്ടുള്ള, എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല, നീ എനിക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി സെറ്റാക്കി തരുമോ എന്ന് ഇന്ദുവിനോട് ചോദിക്കും. അപ്പോൾ ഇന്ദു പറയും, ഞാൻ നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ നമ്മുടെ നേരത്തെ ആൻഡ്രൂസ് ഇല്ലേ, അയാളോട് പോയി സംസാരിച്ചിട്ട് അയാളെ പേഴ്സണൽ ഡ്രൈവർ ആയിട്ട് ഇയാൾ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ആൻഡ്രൂ പറയും, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, എനിക്ക് നല്ല അച്ചടക്കമുള്ള ആളെയാണ് ഡ്രൈവറായിട്ട് വേണ്ടത്. അപ്പം ആൻഡ്രൂസിന്റെ PAയും കൂടെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് പറയും, നിന്റെ ഡ്രൈവിംഗ് സ്കില്ല് നോക്കട്ടെ, എന്നിട്ട് നിന്നെ ഞാൻ അപ്പോയിന്റ് ചെയ്യാൻ പറയും. അങ്ങനെ ഇവര് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോകുന്ന സീനാണ് പിന്നെ കാണുന്നത്. ഇവര് നേരെ പോകുന്നത് ആ നാട്ടിലെ ഒരു ഗുണ്ടേന്റെ അടുത്തേക്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻഡ്രൂസ് പുതിയൊരു ഷോറൂം ഓപ്പൺ ചെയ്യുന്നില്ലേ, അപ്പൊ അതിന് എന്തോ ഒരു പൈസ ഈ ഇങ്ങനെ ഗുണ്ടക്ക് കൊടുക്കണല്ലോ, അത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ഇവര് 25 ലക്ഷം ആയിരിക്കും കൊണ്ടുവന്നേ. അപ്പൊ ഈ ഗുണ്ട പറയും, അത് ഞങ്ങൾക്ക് പോരാ, 1 കോടി രൂപ വേണമെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഇയാൾ പറയും, അത്രയും രൂപ ഞങ്ങൾ എങ്ങനെയാ തരാന്ന് PA പറയുമ്പോൾ പെട്ടെന്ന് ഈ ഗുണ്ടയുടെ കൂടെയുള്ള ഒരാൾ വന്നിട്ട് PAനെ ഒറ്റ അടി കൊടുക്കും. അപ്പോൾ PA അവിടെ വെക്കും. പിന്നെ നമ്മൾ ആൻഡ്രൂസിനെ അടിക്കും. അപ്പോൾ നമ്മുടെ ജോസ് വന്നിട്ട് ആൻഡ്രൂസിനോട് ചോദിക്കും, സാറേ ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യണോന്ന് ചോദിച്ചിട്ട് അവിടെയുള്ള ഗുണ്ടകളൊക്കെ നമ്മുടെ ആൻഡ്രൂസ് അടിച്ച് പരിപ്പാക്കിയിട്ട് അവിടെ ഇടും. പിന്നെ അടുത്ത സീനിൽ കാണുന്നത് നമ്മുടെ ആൻഡ്രൂസിന്റെ PA വന്നിട്ട് ജോസിന് ആൻഡ്രൂസിന്റെ തന്നെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അത് കൊടുക്കും. എന്നിട്ട് പറയും, സാറിന് നിന്നെ അത്രയും ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് എനിക്കിത് തന്നേന്ന് പറഞ്ഞിട്ട് പോകും. ആ ഫ്ലാറ്റിലേക്ക് ജോസ് തന്റെ അമ്മേനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരും. അതുമാത്രമല്ല ഇന്ദുവിന്റെ ഫാമിലിനെ വിളിച്ചിട്ട് എല്ലാ പ്രോബ്ലവും സോൾവ് ആക്കിയിട്ട് അവരെയും കൂടെ ജോയിൻ ആക്കി കൊടുക്കും നമ്മുടെ ജോസും ഇന്ദു അങ്ങനെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അതിനിടയിലൊക്കെ ഇന്ദുവിനെ ജെറി വിളിക്കുന്നുണ്ടാവും. എന്നാൽ ഇന്ദു അവന്റെ കോള് മൊത്തം കട്ട് ചെയ്തിട്ട് അവനെ ബ്ലോക്ക് ചെയ്തിടും. പിന്നെ അടുത്ത സീനില് നമ്മുടെ ജെറീനെയാണ് കാണിക്കുന്നത്. ജെറിയും സിത്തുവും കൂടെ അവരെ ബാങ്കിൽ അക്കൗണ്ടുള്ള
ഓരോരോ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാണ്. അപ്പൊ അവരോടൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉള്ളതായിട്ട് അവർക്ക് അറിയേയില്ല. അപ്പൊ അവരോട് ചോദിക്കും നിങ്ങൾ ആധാർ അല്ലേ ഇത് എന്ന് പറയുമ്പോൾ അതെ. അപ്പൊ ഈ ആധാർ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ ചോദിക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ജോലി വേണമെങ്കിൽ എന്തായാലും ആധാർ വേണം പറഞ്ഞിട്ട് കൊടുത്തതാന്ന് ഇവർ പറയും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജെറി വന്നിട്ട് ബാങ്കിലെ മാനേജറിനോട് പറയും. എന്നിട്ട് പറയും ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് പാവപ്പെട്ട ആളുകളെയാണ്. ഞങ്ങൾ പോയി അന്വേഷിച്ച് നോക്കുമ്പോൾ അവർക്ക് തന്നെ അറിയില്ല അവർക്ക് ഇങ്ങനെ അക്കൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം. ഇങ്ങനെ ഇവരെ അക്കൗണ്ട് വെച്ചിട്ട് മണി ട്രാൻസ്ഫർ ചെയ്തിട്ട് അന്ന് തന്നെ ആ അക്കൗണ്ടിൽ നിന്നും പൈസ വിഡ്രോ ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇതിനൊക്കെ പിന്നിൽ ഒരാളാണെന്നുള്ളതും ജെറി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഫസ്റ്റ് നമ്മൾ കണ്ടില്ലേ ഒരു ഗുണ്ടാ സംഘത്തിനെ, അതിലുള്ള വെട്രിയില്ലേ അയാളായിരിക്കും ഇതിന്റെയൊക്കെ പിന്നില്. അയാള് ചെന്നൈയിലെ വലിയൊരു ഗുണ്ടയാണ്. അങ്ങനെ അയാളാണ് ഇതിന് പിന്നിൽ എന്ന് നമ്മുടെ ജെറി മാനേജറിനോട് പറയും. മാത്രമല്ല ഇപ്പൊ ഞങ്ങൾ പോയി കണ്ട പലരും ഈ വെട്രീന്റെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതിന്റെ ഇടയിൽ ഇവർ ആധാർ ചോദിച്ചിട്ട് എല്ലാവരും ആധാറും ഇവർ വാങ്ങി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ജെറീന്റെ മാനേജർ പറയും നമുക്കിത് പോലീസിനെ അറിയിക്കാം, നമുക്ക് ലീഗലായിട്ട് ഇതിനെ നേരിടാം, അല്ലാണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പറയും. അപ്പോൾ നമ്മുടെ ജെറി പറയും എനിക്കൊരു 2 ദിവസം സമയം തരണം മാഡം. ഈ വെട്രിവേൽ ഗ്രൂപ്പിന്റെ ഒരു മെയിൻ അക്കൗണ്ട് എന്റെ ഫ്രണ്ടിന്റെ ബ്രാഞ്ചിലാണ്. അപ്പോൾ കമ്പനി എങ്കിലും ക്രൈസിസിലായിട്ടുണ്ടെങ്കിൽ ആ ബാങ്ക് തന്നെ ഇതായി പൂട്ടിപ്പോണ്ട അവസ്ഥയിലാവും. അപ്പോൾ അത് എനിക്കൊന്ന് വാൺ ചെയ്യണമെന്ന് ജെറി പറയും. അടുത്ത സീനിൽ നമ്മുടെ ഗുണ്ട വെട്രീനെയാണ് കാണിക്കുന്നത്. അങ്ങനെ വെട്രി തൻ്റെ ഓഫീസിൽ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഒരു പെണ്ണിൻ്റെ അടുത്ത് വന്ന് ചോദിക്കും എന്താ നിന്റെ പേര് കാവേരി എന്ന് പറയും. ഫണ്ട് ട്രാൻസ്ഫർ ആകുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേന്ന്. അപ്പോൾ ഇവൾ പറയും അതെന്തോ ടെക്നിക്കൽ എററാണ് സാറിന് പറയുമ്പോഴത്തേക്ക് തന്നെ വേറൊരു ഗുണ്ട പുറകിൽ പോയിട്ട് അവളെ കഴുത്തിൽ എന്തോ കത്തി കൊണ്ട് കുത്തി കയറ്റിയിട്ട് അവളെ കൊല്ലും. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം നമ്മുടെ ജെറീൻ്റെ ബാങ്കിലെ മാനേജറില്ലേ അവളും നമ്മുടെ വെട്രീൻ്റെ ആളാണ്. അപ്പോൾ വെട്രി അവളോട് ചോദിക്കും നീ പറഞ്ഞ ആളുടെ പേരെന്താണ് ഒന്നും കൂടെ പറയുമ്പോൾ അവൾ പറയും ജെറി എന്ന് പറഞ്ഞു കൊടുക്കും. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജെറീനെയാണ് കാണിക്കുന്നത്. ജെറി ഇന്ദുവിൻ്റെ ബാങ്കിൽ പോയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഈ ജെറി നേരത്തെ പറഞ്ഞില്ലേ തൻ്റെ ഫ്രണ്ടിൻ്റെ ബാങ്കിലാണ് വെട്രീൻ്റെ അക്കൗണ്ട് ഉള്ളതെന്ന്. ആ ഫ്രണ്ട് നമ്മുടെ ഇന്ദു ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ദുവിനോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ജെറി ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ദുവിനോട് പറയാൻ പോയപ്പോൾ ഇന്ദു അവനെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തിട്ട് അവൻ പറയുന്നതൊന്നും കേട്ടില്ല. അവിടുന്ന് തിരിച്ചു വന്ന് നമ്മുടെ ജെറി ജോസേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു സാർ ജോസേട്ടൻ പറഞ്ഞാൽ ഇന്ദു കേൾക്കുള്ളൂ, എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അവളോട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറയും നീ വൈകുന്നേരം ഫ്ലാറ്റിലേക്ക് പോകാന്ന് പറയും. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയ ജെറീനെ നമ്മുടെ വെട്രീൻ്റെ ആൾക്കാർ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കും. എന്നാൽ എങ്ങനെയൊക്കെയോ അവരെ അടിച്ച് ഇതാക്കിയിട്ട് നമ്മുടെ ജെറി കാറും എടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് വരും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജോസിനെയാണ്. ജോസ് വൈകുന്നേരം ഫ്ലാറ്റിലേക്ക് വന്നിട്ട് ഇങ്ങനെ വണ്ടി നിർത്തി റൂമിലേക്ക് വരുമ്പോൾ ഫ്ലാറ്റിൻ്റെ ഡോറ് തുറന്നിട്ടതായിട്ട് കാണും. അങ്ങനെ ഫ്ലാറ്റിലേക്ക് കയറി നോക്കുമ്പോൾ അവിടെ നമ്മുടെ ആൻഡ്രൂസിനെ അടിച്ചതിന് ജോസ് അടിച്ചിട്ടില്ലായിരുന്നു ഒരു ഗുണ്ടകളെ, അവരായിരിക്കും അതിൻ്റെ ഉള്ളിൽ. അവർ ജോസിനെ അടിക്കാൻ വേണ്ടി വന്നിരിക്കും. എന്നാൽ ജോസ് അവരെ നേരെ തിരിച്ചടിച്ചിട്ട് അവരെയൊക്കെ പറഞ്ഞു വിടും. അങ്ങനെ ജോസ് വന്നിട്ട് റൂം തുറന്ന് നോക്കുമ്പോൾ ജോസും അമ്മയും ഇങ്ങനെ ഞെട്ടും. നോക്കുമ്പോൾ നമ്മുടെ ജെറി ഉണ്ടാവും അവിടെ ആത്മഹത്യ ചെയ്തിട്ട് തൂങ്ങി മരിച്ച നിലയിൽ ഇങ്ങനെ കാണുന്നു. പിന്നെ നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജെറീൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്ത് ഇവർ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും നമ്മുടെ ജോസും ഇന്ദുവും ജോസിൻ്റെ അമ്മയും അവളെ കസിനൊക്കെ. അപ്പോൾ നോക്കുമ്പോൾ പോലീസ് വന്നിട്ട് പറയും ഇയാൾ മരിക്കാനുള്ള കാരണം ഇയാൾ അച്ഛൻ്റെ ഫോണിലേക്ക് ഇയാൾ അയച്ച മെസ്സേജ് വെച്ച് നോക്കുമ്പോൾ ലവ് ഫെയിലിയർ ആണ് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇവർക്കൊക്കെ ഭയങ്കര സങ്കടമാവും. അപ്പോൾ ജെറീൻ്റെ അച്ഛൻ വന്നിട്ട് ജോസിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന പിന്നെ ഫുള്ള് സെൻറ്റി സീനായിരിക്കും ഇവിടെ കാണുന്നത്. അങ്ങനെ നമ്മുടെ ജോസും ഇന്ദുവും അമ്മയും കൂടി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു സീനിൽ ഇങ്ങനെ ഫുള്ള് സെൻറ്റി അടിച്ചിട്ട് എല്ലാവരും ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ അടുത്ത സീനിൽ നമ്മുടെ വെട്രീൻ്റെ ഓഫീസാണ് കാണിക്കുന്നത്. അവിടെ ഇവര് പൈസ ഇങ്ങനെ ആർക്കോ വിഡ്രോ ചെയ്യുന്ന സീനാണ് കാണുന്നത് അവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ദു പിറ്റേ ദിവസം ബാങ്കിലേക്ക് വരുമ്പോൾ തൻ്റെ കാർഡ് അതിൽ സ്വിപ്പിംഗ് മെഷീനിൽ എടുക്കുന്നേ ഇല്ല. അപ്പോൾ ഇവളിങ്ങനെ എന്താ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് 2 ആൾക്കാർ വന്നിട്ട് പറയും ഞങ്ങളെ ഹെഡ് ഓഫീസിൽ നിന്നാണ് നിങ്ങളുടെ ജോലി ടെർമിനേറ്റ് ചെയ്തു പറയും. അപ്പോൾ അവൾ കാരണം എന്താ ചോദിക്കുമ്പോൾ അവരൊരു ഒഫീഷ്യൽ ലെറ്റർ അവളിൽ കൊടുക്കും, ഇതിലുണ്ട് കാരണങ്ങളൊക്കെ എന്ന് പറയും. അങ്ങനെ ഇന്ദു അവിടുന്ന് തിരിച്ച് ഒരു ബസ്സിലേക്ക് കയറിയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ പെട്ടെന്ന് ഏതൊക്കെയോ ഗുണ്ടകൾ വന്നിട്ട് അവളെ ആക്രമിക്കാൻ നോക്കും. അപ്പോൾ പെട്ടെന്ന് ജോസ് വന്നിട്ട് അവരെയൊക്കെ അടിച്ച് തുരത്തിയിട്ട് ജോസ് അവളെ അവിടുന്ന് രക്ഷിക്കും. അതൊരു ഫൈറ്റിംഗ് സീനാണ് പിന്നെ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ജോസും
ഇന്ദുവും പിന്നെ ഇന്ദുവിൻ്റെ കസിനും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സീനാണ് കാണുന്നത്. അപ്പോൾ ഇവിടേക്ക് എന്ത് പൊല്ലാപ്പാ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവള് പറയും ഞങ്ങൾക്കൊന്നും അറിയില്ല എന്താ. അപ്പോൾ പെട്ടെന്ന് ആരോ വന്നിട്ട് വാതിലിൽ മുട്ടുന്ന കേട്ടിട്ട് നമ്മുടെ ജോസ് പേടിയായിട്ട് എന്തോ കയ്യിൽ സാധനമൊക്കെ എടുത്തിട്ട് ഗുണ്ടകളാണെങ്കിൽ അടിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ സിത്തു ഇല്ലേ, ജെറീനോട് വർക്ക് ചെയ്തിട്ടുണ്ടായി അവളായിരുന്നു. അപ്പോൾ അവളെ കണ്ടപ്പോൾ തന്നെ ഇന്ദുവിന് മനസ്സിലായി. അങ്ങനെ അവളകത്ത് കയറി വന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കും. എന്നിട്ട് പറയും ജെറിക്ക് സംഭവിച്ചത് ഒരിക്കലും അവന് ഒരു സൂയിസൈഡ് ചെയ്തതല്ല, അവനാരോ കൊന്നതാണ്, അവരെ കൊന്നത് ആരാന്ന് എനിക്കറിയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ ജെറി ഇവരെ ഫ്ലാറ്റിലേക്ക് വന്നിട്ട് ഇവളെ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കട്ടവണൻ ആരോ വന്ന് വാതിലിൽ മുട്ടുന്ന നോക്കിയിട്ട് പോയി നോക്കുമ്പോൾ അത് നമ്മുടെ വെങ്കിട്ടിൻ്റെ ആൾക്കാരായിരിക്കും. അവർ വന്ന് ജെറീനെ അടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് കെട്ടി തൂക്കിയിട്ടതായിരിക്കും അത്. ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ സിത്തു ഇവരോട് പറഞ്ഞു കൊടുക്കും. ഇവർ പൈസ തട്ടിച്ചതും അത് കണ്ടുപിടിക്കാൻ നടന്നതാണ് ജെറി, അതുകൊണ്ട് അവനെ കൊന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സിത്തു നമ്മുടെ ഇന്ദുവിനോടും ജോസിനോടും പറഞ്ഞു കൊടുക്കും. അടുത്ത സീനിൽ വെങ്കിട്ടിനാണ് കാണിക്കുന്നത്. ഇവരെന്തോ ടെൻഷൻ അടിച്ചിരിക്കാൻ നിൽക്കുന്നുണ്ട്. കാരണം നാളെ 10 മണിക്കുള്ളിൽ ഇവർക്ക് എത്രയോ കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷേ അതിനുള്ള ക്യാഷ് റെഡി ആയിട്ടില്ല. അപ്പോൾ ഇവനെന്തോ പുതിയ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ സീൻ കട്ടായിട്ട് നേരെ നമ്മുടെ ജോസിനെയും ഇന്ദുവിനെയും അവളെ കസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻഡ്രൂസ് ഇല്ല, ആൻഡ്രൂസ് വിളിച്ചിട്ട് ജോസിനോട് പറയും ഇന്ദുവിൻ്റെ ജോലി പോയത് വേറെ ഒന്നും കൊണ്ടല്ല, വെട്രിവേൽ കാരണമാണ് ഇന്ദുവിൻ്റെ ജോലി പോയിട്ടുള്ളത്. അയാൾ വിളിച്ചു പറഞ്ഞിട്ടാ ഇന്ദുവിനെ ജോലി എന്ന് പറഞ്ഞു വിട്ടത്. അപ്പോൾ എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട്, ഇന്ദുവിനോട് വേഗം തന്നെ ചെന്നൈ വിട്ടോളാൻ പറ, നീയും വേഗം വിട്ടോ, ഭയങ്കര പ്രശ്നം, അവൻ ഇവിടുത്തെ വലിയൊരു ഗുണ്ടയാണെന്നൊക്കെ വിളിച്ചു പറയും. അങ്ങനെ ജോസ് പറയും വാ നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ. പറയുമ്പോൾ ഇന്ദു പറയും ഇല്ല എനിക്ക് ഇവിടുത്തെ പോലീസ് കമ്മീഷണർ അറിയാം, നമുക്ക് അയാളെ സഹായം തേടാൻ പറയും. എന്നിട്ട് അയാൾ വിളിക്കും. അപ്പോൾ അയാൾ നേരിട്ട് കാണാൻ പേഴ്സണലായിട്ട് കണ്ടിട്ട് സംസാരിക്കാൻ പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഇവർ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ വേറൊരു പോലീസുകാരനായിരിക്കും കേട്ടോ. അപ്പോൾ അയാളോട് ഇവർ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അയാൾ ഇവരെന്തോ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. നിങ്ങളിൽ തെളിവുണ്ടോ അങ്ങനെ പറയുമ്പോൾ ഇവിടെ തെളിവൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും. പക്ഷേ അയാൾ എന്തോ മെയിൻ ചെയ്യുന്നേ ഇല്ല. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരാൾ കയറി വരും. അത് വേറെ ആരുമല്ല നമ്മുടെ വെട്രിവേൽ സുകുമാരനായിരിക്കും. അപ്പോഴാണ് ജോസിന് എന്തൊരു മനസ്സിലാവുക ഈ പോലീസുകാർ മൊത്തം നമ്മുടെ വെട്രീൻ്റെ ആൾക്കാരാണ്. അങ്ങനെ ഇവർ അവിടെ ട്രാപ്പിൽ പെട്ടു. അങ്ങനെ ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ന്യൂസിൽ വാർത്ത കാണും, നേരത്തെ വന്ന നമ്മുടെ സിത്തു ഇല്ലേ അവള് ആക്സിഡന്റിൽ മരിച്ചു എന്ന്. അപ്പോൾ അതും ഈ വെട്രീൻ്റെ പ്ലാൻ ആയിരിക്കും, അയാൾ തന്നെയായിരിക്കും സിത്തുവിനെയും കൊന്നത്. അങ്ങനെ വെട്രി അവിടുന്ന് പോവും. അപ്പോൾ ഇന്ദുവിന് ഇവരെല്ലാരും കൂടെ ജയിലിൽ അടിച്ചിട്ട് നമ്മുടെ ജോസിനെ അടിക്കാനായിരിക്കും പ്ലാന്. ജോസ് അപ്പോൾ ബാക്കിയുള്ള എല്ലാ പോലീസുകാരെയും അടിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പോലീസ് കമ്മീഷണർ വെട്രീനെ വിളിച്ചു പറയും. അപ്പോൾ വെട്രി അവരോട് നല്ലോണം ഷൗട്ട് ചെയ്യും, നിങ്ങൾ എന്താ മനുഷ്യന്മാരാ, നിങ്ങൾ നോക്കണ്ടേ പറയും, ഞങ്ങൾ അവരെ വണ്ടീൻ്റെ നമ്പറൊക്കെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവരെ പിടിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ഇയാളെ അസിസ്റ്റൻ്റ് ഗുണ്ടേൻ്റെ വെട്രീൻ്റെ അയാൾ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇവർ നേരെ നമ്മുടെ ജോസിൻ്റെ അമ്മേനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കും. അപ്പോൾ ആ ഫ്ലാറ്റിൽ സെക്യൂരിറ്റി വിളിച്ച് പറയും അവൻ്റെ അമ്മ ഇപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന്. അപ്പോൾ ജോസും നമ്മുടെ ഇന്ദുവും കൂടെ അമ്മേനെ കുറേ വട്ടം വിളിക്കാൻ ശ്രമിക്കും. കാരണം ഇവർക്ക് മുൻകൂട്ടി അറിയായിരുന്നു ഇനി അടുത്തത് ഇവരെന്തായാലും അമ്മേനെ ടാർഗറ്റ് ചെയ്യാന്ന്. അങ്ങനെ അമ്മേനെ വിളിക്കുമ്പോൾ അമ്മ ഫോൺ എടുക്കുന്നില്ല. പിന്നെ അമ്മ തിരിച്ചു വിളിച്ചിട്ട് അമ്മ കരയും. അപ്പോൾ അമ്മേനോട് ഇവർ ചോദിക്കും എന്താ പറ്റിയെന്ന്. അപ്പോൾ അമ്മ കരയുമ്പോൾ അമ്മ ആരോ മരിച്ചു പറയും. അപ്പോൾ ആരാ ചോദിക്കുമ്പോൾ അത് അമ്മ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൽ ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മേനോട് ഇവർ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയും അമ്മ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അമ്മ പെട്ടെന്ന് ഫ്രൈ പാൻ എടുത്തിട്ട് ഗ്യാസിൽ വെച്ചിട്ട് സ്പ്രേ ബോട്ടിലില്ലേ അതും അതിൽ വെച്ച് ചൂടാക്കാൻ വെക്കും. അപ്പോൾ നമ്മളെ ഗുണ്ടകൾ അവിടെ എത്തും. അപ്പോൾ അവരെത്തി ഡോറ് തുറക്കുമ്പോൾ തന്നെ വലിയ ബ്ലാസ്റ്റ് നടക്കും. കാരണം ഈ സ്പ്രേൻ്റെ ബോട്ടിൽ ചൂട് തട്ടിയിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ തന്നെ ഫ്ലാറ്റിലുള്ള എല്ലാവരും ഇറങ്ങി ഓടുന്നതിൻ്റെ ഇടയിലൂടെ ഈ അമ്മയും എങ്ങനെയോ ഇറങ്ങി ഓടിയിട്ട് എസ്കേപ്പ് ആകും. അപ്പോൾ ഇതേ ടൈമിന് ഇവരെ കൂട്ടത്തിലുള്ള വേറൊരു ഗ്യാങ് നമ്മുടെ ഇന്ദുവിൻ്റെ കസിൻ ഇല്ലേ അനിയത്തി, അവളെ അടുത്തേക്ക് പോയിട്ടുണ്ടാകും. അപ്പോൾ അവർ വന്നിട്ട് നോക്കുമ്പോൾ അവിടെ നമ്മുടെ ആൻഡ്രൂനെ അടിച്ചിട്ട് നമ്മുടെ ജോസ് അടിച്ച ഗുണ്ടയില്ലേ ബില്ല, അയാൾ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരോടേക്കും നിങ്ങളെന്താ ഇവിടെ എന്ന് പറയും. ഈ വീട്ടിലൊരു പെൺകുട്ടി ഇല്ലേക്കും. ഇല്ല ഉണ്ടായി 2 പെൺകുട്ടികളുണ്ടായി. അപ്പോൾ അവരെവിടേക്കും പറയും അവർ ഞങ്ങൾക്ക് പൈസ തരാനുള്ളതും കൊണ്ട് തരാനില്ലാത്തതും കൊണ്ട് ഈ വീട് ഞങ്ങൾ വാങ്ങിയെന്ന് പറയും. അപ്പോൾ എന്നിട്ട് അവർ അവിടുന്ന് തിരിച്ചു പോകും.
അപ്പോൾ നമ്മുടെ ബില്ല അനിയത്തിനെ രക്ഷിച്ചിട്ട് അനിയത്തിനോട് പറയും ഇനി നീ ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല, അവരിനിയും വരും, ബാ നമുക്ക് പോകാനിട്ട് അവളെയും കൂട്ടിയിട്ട് പോകും. അങ്ങനെ ഈ 2 ഗുണ്ടാ ഗ്യാങ്ങും കൂടെ നമ്മുടെ വെങ്കിട്ടിൻ്റെ അടുത്തേക്ക് എത്തും. അപ്പോൾ വെങ്കിട്ട് ചോദിക്കും അവിടെ അവരില്ലാന്ന് എനിക്ക് ഉറപ്പാണോ ചോദിക്കുക, പറയാം ഇല്ല ഞങ്ങൾ എല്ലായിടത്തും നോക്കി എന്ന് പറയും. പിന്നെ അടുത്ത സീനിൽ കാണുന്നത് നമ്മുടെ ബില്ല അനിയത്തിനെയും കൊണ്ട് നമ്മുടെ ജോസിനെ കാണാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ജോസിൻ്റെ കൂടെ ജോസിൻ്റെ അമ്മയും ഇന്ദു ഉണ്ടാവും. അങ്ങനെ അവർ ബില്ലേൻ്റെ വണ്ടിയിൽ കയറിയിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് അവനെ വെങ്കിട്ട് വിളിക്കും. എന്നിട്ട് പറയും നീ നിൻ്റെ അമ്മേനെയും അനിയത്തിനെയും കൂട്ടിയിട്ട് നാട്ടിലേക്ക് പോയിക്കോ, പക്ഷേ ഇന്ദുലേഖേനെ എനിക്ക് വേണമെന്ന് പറയും. പിന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബില്ലേനെ വെങ്കിട്ടിൻ്റെ ആൾക്കാർ കൂട്ടിയിട്ട് വന്നിട്ട് വെങ്കിട്ട് ചോദിക്കും അവനോട് എവിടെടാ ജോസ് എന്ന്. അപ്പോൾ അവർ പറയും ഇല്ല ജോസ് എൻ്റെ നൻപനാണ്, ഞാൻ ഒരിക്കലും നൻപനെ ചതിക്കില്ല പറയും. അപ്പോൾ ഇവരടിക്കുമ്പോൾ അവൻ പറയും ഇല്ല സാർ ഞാൻ എല്ലാ സത്യവും പറഞ്ഞുതരാം പറഞ്ഞിട്ട് സത്യം പറയും. അങ്ങനെ ഇവിടെ ഫുള്ള് ട്വിസ്റ്റ് ആയിരിക്കും. പിന്നെ കാണുന്നത് ഒരു സ്ഥലത്ത് ജോസും അവരും വണ്ടിയിൽ ഇങ്ങനെ പോവും. ഒരു സ്ഥലത്ത് നമ്മുടെ വെങ്കിട്ട്, ഒരു സ്ഥലത്ത് വെങ്കിട്ടിൻ്റെ ആൾക്കാർ, വേറൊരു സ്ഥലത്ത് വെങ്കിട്ട് കൊടുക്കാനുള്ള പൈസ ഇല്ലേ അത് കൈമാറിയതിൻ്റെ ഫംഗ്ഷനും അതും ഇതും പരിപാടികളും ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ ബില്ല ഇവനെ ജോസുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ നോക്കുമ്പോൾ ആ വണ്ടിയിൽ ജോസ് ഒന്നും ആയിരിക്കില്ല, വേറെ ഏതോ ഫാമിലി ആയിരിക്കും. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ പറയും സാറ് ജോസ് എന്ന് പറഞ്ഞ ഒരാളാണ് ഞങ്ങളിവിടെ നിർത്തിയത്. അപ്പോൾ അവരെവിടെ ചോദിക്കുമ്പോൾ ദുബായിലേക്ക് പോയി ഞങ്ങളോട് പറഞ്ഞാൽ വേറൊന്നും ഞങ്ങൾക്ക് അറിയില്ല പറയും. പിന്നെ അടുത്ത സീൻ കട്ടായി. പിന്നെ ഇവർ പോകുന്നത് കമ്മീഷണർ വീട്ടിലേക്കാണ്, നമ്മുടെ ജോസും ടീമും. അങ്ങനെ ജോസ് പോയിട്ട് പറയും ഞങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ സഹായിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിനെ മൊത്തം ഞങ്ങൾ കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിയൊക്കെ പെടുത്തും. അങ്ങനെ കമ്മീഷണറും ഫാമിലിയും കൂടെ വണ്ടിയിൽ ഇവരെയും കയറ്റിയിട്ട് ഇവരെങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുമായിരിക്കും. അങ്ങനെ ഇവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രാഫിക്കിൽ മറ്റേ ഒരു പോലീസുകാരനില്ലേ എന്ത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയപ്പോൾ ഇവർ അവോയ്ഡ് ചെയ്ത് അയാളുണ്ടാവും. അപ്പോൾ അയാളോട് നമ്മുടെ കമ്മീഷണർ ആംഗ്യത്തിൽ ഇങ്ങനെ ഇവർ പുറകിലുണ്ടെന്ന് കാണിക്കും. അപ്പോൾ അയാൾ ഇവർ പോയതിൻ്റെ പുറകെ തന്നെ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ നമ്മുടെ ജോസ് പെട്ടെന്നൊരു തോക്കെടുത്തിട്ട് ഷൂട്ട് ചെയ്യും. എന്നിട്ട് അയാളെ വണ്ടീൻ്റെ ടയറിനായിരിക്കും കൊള്ളുക. പിന്നെ അവരെ വണ്ടി അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ വെങ്കിട്ടിൻ്റെ ഗ്യാങ്ങിലുള്ള അയാൾ വന്ന് പറയും. അവർ സുകുമാരൻ സാറിനെയും കൂട്ടുപിടിച്ചിട്ട് അയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഈ നാട്ടിൽ നിന്നും ഫുള്ള് ഫാമിലി ആയിട്ട് എസ്കേപ്പ് ആവാനാണ് നിൽക്കുന്നതെന്ന് വന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പകുതി വഴിയിലെത്തിയപ്പോൾ ഇവർ കമ്മീഷണറിയും ഫാമിലീനെ അവിടെ ഇറക്കി വിട്ടിട്ട് ജോസും അവരും കൂടെ അയാളെ വണ്ടി എടുത്തിട്ട് പോകും. അപ്പോൾ നമ്മുടെ കമ്മീഷണർ സുകുമാരനില്ല, അയാൾ വെങ്കിട്ടിനെ വിളിച്ചു പറയും സാർ അവരെ വണ്ടിയിലുള്ള നമുക്ക് അവരെ ലൈവ് ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ട് നമുക്ക് അവരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് അവരിങ്ങനെ കൺട്രോൾ റൂമിൽ നിന്നിട്ട് പെട്ടെന്ന് വെട്രീനെ വിളിച്ചു പറയും സാർ ഞങ്ങൾക്ക് അവനെ കിട്ടിയെന്ന് വിളിച്ചു പറയും. അങ്ങനെ വെട്രീൻ്റെ ആൾക്കാർ മൊത്തം നമ്മുടെ ജോസിനെ തപ്പിയിട്ട് ഇറങ്ങും. അങ്ങനെ ജോസിൻ്റെ വണ്ടിയുടെ പുറകെ പോയിട്ട് എങ്ങനെയെങ്കിലും ഇവനെ പിടിക്കാൻ നോക്കുമ്പോൾ ജോസ് വണ്ടി ഇതാക്കാണ്ട് വിട്ടുകൊടുക്കാണ്ട് തന്നെ വണ്ടിയും കൊണ്ട് അവനിങ്ങനെ ഫൈറ്റ് ചെയ്ത് ഇങ്ങനെ പോവും. അപ്പോൾ പെട്ടെന്ന് ജോസിൻ്റെ വണ്ടി പോയിട്ട് ഒരു ലോറിക്ക് ഇടിച്ചിട്ട് അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാവും. ആ ടൈമിൽ പെട്ടെന്ന് ഈ വെട്രീൻ്റെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഇന്ദുവിനെ പിടിച്ചിട്ട് പോകും. അപ്പോൾ തന്നെ നമ്മുടെ ആൻഡ്രൂസും ടീമും അവിടെ വന്നിട്ട് അപ്പോൾ നമ്മുടെ ജോസ് പറയും ഇന്ദുവിനെയും കൊണ്ട് അവർ പോയി സാർ ഇവരെ നോക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മേനെയും ഇന്ദുവിൻ്റെ അനിയത്തിനെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ജോസ് പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെട്രീനെ തന്നെ കാണിക്കും. അപ്പോൾ വെട്രിയും ആ മിനിസ്റ്ററുമായിട്ടുള്ള എന്തോ ഒരു ഡീലില്ല, എന്തോ ക്യാഷ് കൊടുത്തിട്ട് ഇവനെന്തോ വാങ്ങാന്നുള്ള ഒരു ഡീലുണ്ടാവും. അപ്പോൾ അത് നടന്നിട്ടുണ്ടാവും. അപ്പോൾ അവൻ പറയും ഇത് നടക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയൊരു ജോലിയും കൂടി ഉണ്ട് പറഞ്ഞിട്ട് ഇവൻ പോകും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇന്ദുവിനെയാണ്. ഇന്ദുവിനെ ഈ വെട്രീൻ്റെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് വെട്രി അവളെ മുഖത്തൊക്കെ ഇങ്ങനെ അടിക്കുന്ന സീനാണ് പിന്നെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് വെട്രി നമ്മുടെ ജോസിനെ വിളിക്കും. എന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതിനെടുക്കും എനിക്ക് നിൻ്റെ അമ്മേനെ വേണ്ടേ ചോദിക്കും. അപ്പോൾ അവൻ പറയും എൻ്റെ അമ്മയും അവളെ അനിയത്തിയും ആൻഡ്രൂ സാറിൻ്റെ വീട്ടിൽ സേഫ് ആണെന്ന് പറയും. അപ്പോൾ ഇവൻ പറയും നിൻ്റെ അടുത്ത് നീ അവരെ കൊടുത്തതിന് ശേഷം ആൻഡ്രൂസ് എന്നെ വിളിച്ചിട്ടുണ്ടായി എന്ന് പറയും. അപ്പോൾ പിന്നെ കാണിക്കുന്ന സീനിൽ നമുക്ക് മനസ്സിലാകുന്നത് ആൻഡ്രൂസും ഈ വെട്രീൻ്റെ ആളായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ വെട്രി ജോസിനോട് പറയും ഒന്നെങ്കിൽ നിനക്ക് നിൻ്റെ അമ്മേനെ രക്ഷിക്കുക, അല്ലെങ്കിൽ നിനക്ക് ഈ പെണ്ണിനെ രക്ഷിക്കുക, എന്തായാലും ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ, നീ നന്നായി ആലോചിക്ക്, എന്നിട്ട് തീരുമാനിക്ക് സ്വന്തം അമ്മ വേണോ അതോ ഈ പെണ്ണ് വേണോ എന്ന് വെട്രി പറയും. എന്നിട്ട് വെട്രി നേരെ പോകുന്നത് ഇന്ദുവിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഇന്ദുവിന് ഇവരിങ്ങനെ ഒരു കയറിലിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇന്ദുവിനോട് പറയും ജോസ് അവൻ്റെ അമ്മേനെ രക്ഷിക്കാൻ പോയി, ഇനി നിന്നെ ആരും രക്ഷിക്കാൻ വരില്ല എന്ന്. അപ്പോൾ ഇന്ദു പറയും ഞങ്ങൾക്കൊരു പ്ലാൻ ബി കൂടെ ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് അറിയോ ചോദിക്കും. അപ്പോൾ ഇയാളിങ്ങനെ അന്തം വിട്ട് നിൽക്കും. ഈ രാത്രി ഉറങ്ങാണ്ട് നിൽക്കുന്ന വേറൊരാൾ കൂടെ ഉണ്ട് ഈ ചെന്നൈ സിറ്റിയിൽ, നമ്മുടെ CM. നിന്നെ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ 1 മണിക്കൂർ മുമ്പ് തന്നെ
തെളിവ് സഹിതം CM-ന്റെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയും. നമ്മുടെ ജോസ് ഇതിനു മുമ്പേ തന്നെ നമ്മുടെ MLA ഉണ്ടായില്ലേ ദിലീപ് ബാബു, അയാളെ വിളിച്ചിട്ട് MLAക്ക് ഈ തെളിവൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇന്ദു പറയും പിന്നെ ജോസിന്റെ കാര്യമല്ലേ, അയാൾ ഒരു കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അയാളത് തീർത്തിട്ടേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം തന്നെ നമ്മുടെ ജോസ് ഒരു കാർ ഇങ്ങനെ ഇടിച്ച് കയറ്റിയിട്ട് അയാളുടെ കമ്പനിയിലേക്ക് കയറി വരികയാണ്. വന്നപ്പോൾ തന്നെ ഇയാളെ വർക്കേഴ്സൊക്കെ കൂടെ ഇവനെ അടിക്കാൻ പോകുന്നുണ്ട്. അവരെയൊക്കെ അടിച്ച് തുരത്തി നമ്മുടെ ഇന്ദുവിനെ കെട്ടയച്ചു വിട്ടിട്ട് ജോസ് നമ്മുടെ വെട്രീൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് വെട്രീനോട് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോസ് ഈ വെട്രീൻ്റെ ആൾക്കാരെ മൊത്തം അടിച്ച് തെരപ്പാക്കിയിട്ട് പരത്തി കളയും. അപ്പൊ തന്നെ അതിന്റെ കൂടെ നമ്മുടെ ജെറീനെ തൂക്കിക്കൊന്ന ഒരാളില്ലേ, ഫസ്റ്റിലെ സീനിൽ നമ്മളെ വെങ്കിട്ടിന്റെ ഭാര്യനെ തൂക്കിക്കൊന്ന അതേ ആളെ നമ്മുടെ ജോസ് വലിയൊരു ചങ്ങലയിലിട്ടിട്ട് കെട്ടി തൂക്കി കൊല്ലും. ഇതിന്റെ ഇടയിൽ പെട്ടെന്ന് ഇന്ദു ആരെയോ അടി കൊണ്ടിട്ട് ഒറ്റ വീഴ്ച വെക്കും. അപ്പൊ ജോസ് പോയിട്ട് എഴുന്നേൽപ്പിക്കും. അപ്പൊ നോക്കുമ്പോൾ വെങ്കിട്ടേനെ വേറൊരു ടീമായിരിക്കും അത്. അവരെ കാണാൻ മറ്റേ കുംഫു ആൾക്കാരെ പോലെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജോസ് പറയും ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു, ആകാശത്ത് നിന്ന് വരുന്നു, ഇതിനൊരു അന്തയില്ലേ എന്നിങ്ങനെ ചോദിക്കും. അങ്ങനെ നമ്മുടെ കുൻഫു ടീമും വെട്രിയും കൂടെ ഒരുമിച്ച് വന്നിട്ട് നമ്മുടെ ജോസിനെ ആക്രമിക്കാൻ നോക്കും. ജോസ് എല്ലാവരെയും അടിച്ച് തുരത്തിയിട്ടിട്ട് അവസാനം നമ്മുടെ വെട്രീനെയും അടിച്ച് സൈഡാക്കിയിട്ടിടും. എന്നിട്ട് വന്നിട്ട് നല്ല മാസ് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ വെട്രീനെ അടിച്ചിട്ടിട്ട് അവിടത്തേക്ക് നമ്മുടെ ജോസും ഇന്ദുവും കൂടെ വന്നിട്ട് പറയും ജീവിതത്തിൽ എല്ലാവർക്കും രണ്ടാമതൊരു അവസരം കൊടുക്കാറുണ്ട്, എന്നാൽ നിനക്ക് അങ്ങനെ ഒരു അവസരം ഞാൻ ഒരിക്കലും തരില്ല, നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യും, ഇവന്റെ ഒരു മീൻ ഫാക്ടറിയിലായിരിക്കും ഇവരുണ്ടാവുക. അപ്പോൾ മീനിനെ മുറിക്കുന്ന ഒരു മെഷീൻ ഉണ്ട്, അതിലേക്ക് ഇവനെ ചങ്ങലയിൽ കെട്ടിയിട്ട് അതിലേക്ക് ഇവനെ ഒറ്റയിടലിടും. അപ്പോൾ നമ്മുടെ വെട്രി അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് മരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ജോസും ഇന്ദുവും കൂടെ ലാസ്റ്റ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നടന്നു വരുന്ന ഒരു സീനും കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു.